ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ കൂനിപ്പൊടി എന്ന് പറയുന്നത്. ഇതിനെ ചെമ്മീൻ്റെ ചെറുതാണ് കേട്ടോ, കൂനിപ്പൊടി എന്നാണ് നമുക്കിവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് കൂടെ ഒന്ന് പറയൂ കേട്ടോ. പിന്നെ ഇതിനെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെറിയ മണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളിതുപോലെ അരിച്ചത് ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല വൃത്തിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൂനിപ്പൊടി കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും മുളക് പൊടി, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഈ കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് എണ്ണച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൽ നിന്ന് വേവിച്ച് ഇതുപോലെ നമ്മൾ കാണിക്കുക ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂനിപ്പൊടി തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം കൂനിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബൈ.